വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് DNHയുടെ DNH 3ൽ ബ്ലോക്ക് 1. ആ ബ്ലോക്ക് 1 കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ബ്ലോക്ക് 3ലെ ചാപ്റ്റേഴ്സാണ് നോക്കുന്നത്. ഇത് ഇമ്പോർട്ടൻസാണ്, അതുകൊണ്ട് കുറച്ച് ഡിസ്ക്രൈബും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പം നോക്കാം ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് നോക്കിക്കോ. ബ്ലോക്ക് 3ലെയാണ് യൂണിറ്റ് 7 ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ്. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ ഇതിനകത്തുള്ളത് ഇൻട്രൊഡക്ഷൻ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ്, ഇൻഫോർമേഷൻ സെൻറ്റേർഡ് മെത്തേഡ്സ്, അതിൽ ലെക്ചറും ഡിസ്കഷനും വരുന്നുണ്ട്, ബിഹേവിയർ സെൻറ്റേർഡ് മെത്തേഡ്സ്, ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസാണ്. ഡിസ്കഷൻ, ഡിസിഷൻ, സോൾവിങ്, റോൾ പ്ലേയിങ്, എൻക്വയറി, ഡിസ്കവറി, ഡെമോൺസ്ട്രേഷൻ, പിന്നെ അഡ്വാൻറ്റേജസ് ഓഫ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനും, സമ്മപ്പും ഗ്ലോസറിയും, ആൻസർ ടു ചെക്ക് യുവർ പ്രോഗ്രസ്, എക്സസൈസും. ഈ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷനിൽ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പീപ്പിൾസിന് എന്ത് കിട്ടാനാ? ഗെയിൻ ദ നോളജ് ആൻഡ് ഡെവലപ്പ് ദ കോൺഫിഡൻസ് ആൻഡ് സ്കിൽ നീഡഡ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് ഗുഡ് ഡയറ്ററി ആൻഡ് ഹെൽത്ത് പ്രാക്ടീസസ്. അതായത് നല്ലൊരു ഡയറ്ററിയും ഹെൽത്ത് പ്രാക്ടീസസും അച്ചീവ് ചെയ്യാൻ വേണ്ടി കിട്ടുന്ന ഇൻഫർമേഷൻ ഏത് വഴി കിട്ടും? ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ വഴി കിട്ടും. The community worker who communicates well must not only give the information to group in the community but also listen carefully to what group have to say. അതായത് ഒരു കമ്മ്യൂണിറ്റി വർക്കർ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം ഗ്രൂപ്പ്സിൽ കമ്മ്യൂണിറ്റിയിൽ ഇൻഫർമേഷൻ കൊടുക്കുന്നത് മാത്രമല്ല ചെയ്യേണ്ടത്, പിന്നെന്താ ചെയ്യേണ്ടത്? ഗ്രൂപ്പ്സ് എന്താ പറയുന്നതെന്നും കൂടെ ശ്രദ്ധിക്കണം. ഓക്കെ, അടുത്ത ആസ് യു ആർ അവെയർ സെവറൽ മെത്തേഡ്സ് ആർ അവൈലബിൾ ഫോർ എഡ്യൂക്കേഷണൽ കമ്മ്യൂണിക്കേഷൻ. നമുക്ക് ഓൾറെഡി അറിയാം കുറേ മെത്തേഡ്സ് ഉണ്ട് ഈ എഡ്യൂക്കേഷണൽ കമ്മ്യൂണിക്കേഷൻ. അതിനു വേണ്ടിയുള്ള മെത്തേഡ്സ് യൂസ് ടു കമ്മ്യൂണിക്കേറ്റ് എ മെസ്സേജ് ഫ്രം 2 to a maximum of 40 persons ക്യാൻ ബി ഡിസൈനഡ് ആസ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്. അതായത് ഒരു മെസ്സേജ് ഒരു രണ്ടാളിൽ നിന്ന് 40 പേര്, മാക്സിമം 40 പേരിൽ നിന്ന് എത്തിക്കുന്നതിന് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള മെത്തേഡ്സിനെയാണ് എന്ത് പറയുന്നത്? ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡിൻ്റെ ഡെഫിനിഷൻ കിട്ടിയേ. കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് ഫോം ദ കോൺക്രീറ്റ് ബ്രിഡ്ജ് ടു ഹെൽപ്പ് ദ ലേണർ റീച്ച് ദ ഗോൾ. അതായത് ഒരു ലേണറിന്, ഒരു പഠിതാവിന് അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടിക്ക് ഒരു ഗോൾ എത്താനായിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരിതുണ്ടല്ലോ, ഒരുപാട് മാർഗങ്ങളിലൂടെയല്ലേ ആ കുട്ടിക്ക് ഗോൾ എത്താൻ പറ്റും. അപ്പം അങ്ങനെയുള്ളൊരു ബ്രിഡ്ജിനെ അവരൊരു കോൺക്രീറ്റ് ബ്രിഡ്ജായിട്ട് കാണുന്നു, ആ വഴീനെ, ആ മാർഗത്തിന്. അങ്ങനെ ആ മാർഗത്തിലോട്ട് എത്തിക്കുന്നതിന്, ഒരു ലേണറിനെ ഒരു ഗോളിലോട്ട് എത്തിക്കുന്ന പോലെയാണ് എന്താ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ലേണിംഗ് ടേക്ക് പ്ലേസ് ഓൺലി വെൻ കമ്മ്യൂണിക്കേഷൻ ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ ദ ടീച്ചർ ആൻഡ് ദ ലേണേഴ്സ് ആൻഡ് കൺസെപ്റ്റ്സ് ആസ് വെൽ ആസ് ഐഡിയാസ് ആർ ഗ്രാസ്പ്ഡ് ഫുള്ളി ആൻഡ് ഫിക്സ്ഡ് വെൽ ഇൻ ദ മൈൻഡ്സ് ഓഫ് ദ ലേണർ. അതായത് ഒരു ടീച്ചറും കുട്ടിയും തമ്മിലാണെങ്കിൽ തന്നെയും ആ ലേണറിന് എന്താ ഫുൾ ഐഡിയ ആ ടീച്ചർ പറയുന്ന മനസ്സിലാക്കി എന്ന് മനസ്സിലാവുകയാണെങ്കിൽ മാത്രമാണ് അവിടെ എന്താ കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് നടക്കുന്നത്. അപ്പോഴാണ് അവിടെ ഒരു ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുന്ന സംഭവം നടക്കുന്നത്. ദ വൈസ് ചോയ്സ് ഓഫ് ദ മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് ആൻ എസെൻഷ്യൽ ആസ്പെക്ട് ഓഫ് ടീച്ചിങ്. അതായത് കമ്മ്യൂണിക്കേഷൻ്റെ നമുക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറയുന്നതിൽ ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ചാൽ ടീച്ചിങ് തന്നെ. ഇനി അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് കോൾ ഫോർ നോളജ് ആൻഡ് സ്കിൽസ് ഇൻ എ വെറൈറ്റി ഓഫ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്. ഒരുപാട് ഡിഫറെൻറ്റ് മെത്തേഡ്സുകളുണ്ട് എന്തിനാ? നോളജും സ്കില്ലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഓക്കെ, ഈ യൂണിറ്റിൽ എക്സ്പോസ് ചെയ്യുന്ന ക്ലാസിഫിക്കേഷൻ ഓഫ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ്, അതിൽ ഇൻഫർമേഷൻ സെൻറ്റേർഡ് മെത്തേഡ്സും ബിഹേവിയർ സെൻറ്റേർഡ് മെത്തേഡ്സും ഉണ്ട്. യു വിൽ ലേണിംഗ് അബൌട്ട് ദി സർട്ടൺ സെലക്റ്റഡ് മെത്തേഡ്സ് ഓഫ് ബോത്ത് ഇൻഫർമേഷൻ, അതായത് ഇൻഫർമേഷൻ സെൻറ്റേർഡ് മെത്തേഡ്സിനെ കുറിച്ചും ഉള്ള കാര്യങ്ങളും ബിഹേവിയർ സെൻറ്റേർഡ് മെത്തേഡ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളും അതിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും അത് ഇംപ്രൂവ് ചെയ്യാൻ നമ്മൾ നന്നാക്കാനായിട്ടുള്ള അതിൻ്റെ മെത്തേഡ്സ് എന്തൊക്കെയാണ് എന്നൊക്കെ കുറിച്ചാണ് ഈ ചാപ്റ്റർ പറയുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ഞാൻ അടുത്തതിലോട്ട് കിടക്കാം. കമ്മ്യൂണിക്കേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ്. കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ എന്താ? മീൻസ് ഷെയറിങ് ഓഫ് ഐഡിയാസ്, ഇൻഫർമേഷൻ, ആറ്റിറ്റ്യൂഡ്സ്, വാല്യൂസ് ഓർ ഇൻസ്ട്രക്ഷൻസ് വിത്ത് ഇൻഡിവിജ്വൽ ആയിരിക്കാം ഇല്ലെങ്കിൽ ഗ്രൂപ്പ് ആയിരിക്കും. ടു ഫെസിലിറ്റേറ്റ് പ്രോഗ്രസീവ് ചേഞ്ച് ഇൻ നോളജ് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ്സ്, പ്രാക്ടീസ്. എന്തെങ്കിലും ഒരു കാര്യം മാറ്റാനായിട്ട്, ഇപ്പം നോളജ് അവരെ കരുതി വെച്ചിരിക്കുന്ന നോളജ് ആയിരിക്കും, അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ്സ് ആയിരിക്കും, അല്ലെങ്കിൽ പ്രാക്ടീസസ് ആയിരിക്കും. ഇതിനൊക്കെ മാറ്റാനായിട്ട് കൊടുക്കുന്ന കുറച്ച് ഇൻഫർമേഷൻ ഇല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ്സ്, വാല്യൂസ് എന്തോ ആവാം കമ്മ്യൂണിക്കേഷൻ വഴി. ഇറ്റ് ഇൻവോൾവ്സ് ബോത്ത് ഗീവിങ് ആൻഡ് റിസീവിങ് ഇൻഫർമേഷൻ. അത് കൊടുക്കുന്നത് മാത്രമല്ല ഇങ്ങോട്ട് മേടിച്ചെടുക്കുന്നത്, അതായത് ഗീവിങ് റിസീവിങ് ഇൻഫർമേഷന് കമ്മ്യൂണിക്കേഷൻ വഴി പറ്റും.
Persons involved in nutrition and health education must have the skills to educate, but also to evaluate the education, research information and popular claims. അതായത് ആ പേഴ്സൺസിന് കഴിവുണ്ടായിരിക്കണം എന്തിനാ എഡ്യൂക്കേറ്റ് ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും എഡ്യൂക്കേഷൻ ഇവാലുവേറ്റ് ചെയ്യാനും റിസർച്ച് ഇൻഫർമേഷനെയൊക്കെ കുറിച്ച് ഇവാലുവേറ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു കഴിവുള്ള വ്യക്തിയായിരിക്കണം. ദേ ഓൾസോ മസ്റ്റ് ഹാവ് ദ കമ്മ്യൂണിക്കേഷൻ expertise to translate information into forms appropriate for the community so that behavior may affect in a positive manner. അതായത് ഒരു കമ്മ്യൂണിറ്റിക്ക് വിവരം കൈമാറാൻ കഴിവുള്ള വ്യക്തിയായിരിക്കണം. A unique synthesis of skills neitherly widely available nor utilized in the past is required. അതായത് നേരത്തെ അറിഞ്ഞിരിക്കണമെന്നൊന്നുമില്ല, എന്നാലും കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. ഓക്കെ, അടുത്ത കമ്മ്യൂണിക്കേഷൻ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ന്യൂട്രീഷൻ ഫീൽഡ് അറ്റ് സെവറൽ സ്റ്റേജസ്. അതിപ്പോൾ നമുക്ക് ഓൾറെഡി മനസ്സിലായി വരുന്നുണ്ട്. പല സ്റ്റേജസിലും ന്യൂട്രീഷൻ ഫീൽഡിൻ്റെ പല സ്റ്റേജസിലും കമ്മ്യൂണിക്കേഷന് നല്ലൊരു റോൾ തന്നെ ഉണ്ട്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദി ന്യൂട്രീഷൻ സയൻറ്റിസ്റ്റ്, ഈവൻ ന്യൂട്രീഷൻ സയൻറ്റിസ്റ്റ് തുടങ്ങി ന്യൂട്രീഷൻ എഡ്യൂക്കേറ്റർ വരെ ഉള്ളവർക്ക് ഈ കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യമുണ്ട്. Communication is a key element in effort to inform the public about nutrition and therefore it's a vital part of the preventive health strategy. It is an integral part of the projects designed to improve the nutritious status and living conditions of the people of low income groups, both in developed and developing world. At the community level, education about foods, nutrition and health is needed, not only to enable individuals to use food wisely and economically, but also to enable them to reorganize inaccurate and misleading statements. Communication എന്ന് പറയുന്നത് ശരിക്കും എന്താ ഒരു കീ എലമെന്റ് തന്നെ. എന്തിന്? പബ്ലിക്കിനെ ഇൻഫോം ചെയ്യാൻ വേണ്ടി. എന്തിനെക്കുറിച്ച്? ന്യൂട്രീഷനെ കുറിച്ച്. പിന്നെ പ്രിവെൻറ്റീവ് ആയിട്ടുള്ള ഹെൽത്ത് സ്ട്രാറ്റജീസ് ഒക്കെ ഉണ്ടല്ലോ. ഇപ്പം ചിക്കൻ പോക്സ് അങ്ങനത്തെയുള്ള പല അതിന് ചെങ്കണ്ണ് അത് വരാതിരിക്കും അങ്ങനെയൊക്കെ പല പ്രിവെൻറ്റീവ് ആയിട്ടുള്ള ഹെൽത്ത് സ്ട്രാറ്റജീസിൻ്റെ എല്ലാം ഒരു വൈറ്റൽ പാർട്ട് തന്നെ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് എ പ്രോജക്റ്റ്, അതായത് ന്യൂട്രീഷൻ സ്റ്റാറ്റസും ലിവിങ് കണ്ടീഷൻസും പീപ്പിൾസ് ലോ ഇൻകം ഗ്രൂപ്പ്സിലൊക്കെ ഈവൻ ഡെവലപ്ഡ് ആണെങ്കിലും ഡെവലപ്പിംഗ് കൺട്രീസിലായിരിക്കും അവിടെയൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് നടത്താൻ വേണ്ടി ഉള്ള പ്രോജക്ട്സ് ഒക്കെ കാണുമായിരിക്കുമല്ലോ. അവരുടെ ഇത് എന്താ ന്യൂട്രീഷൻ സ്റ്റാറ്റസ് ഹൈ ആക്കണം അങ്ങനത്തുള്ള പ്രോജക്ട്സിനും ഈ കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യമുണ്ടെന്നാണ് പറയുന്നത്. അറ്റ് ദ കമ്മ്യൂണിറ്റി ലെവൽ എഡ്യൂക്കേഷൻ അബൌട്ട് ഫുഡ്സ്, ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത് ഈസ് നീഡഡ്. കമ്മ്യൂണിറ്റി ലെവലിൽ എഡ്യൂക്കേഷൻ അബൌട്ട് ഫുഡ്സ്, അതായത് ഫുഡിനെയും ന്യൂട്രീഷനെയും ഹെൽത്തിനെയൊക്കെ ആവശ്യമുണ്ട് കമ്മ്യൂണിറ്റി ലെവൽ. നോട്ട് ഓൺലി ടു എനേബിൾ ഇൻഡിവിജ്വലൈസ് ടു യൂസ് ഫുഡ് വൈസ്ലി, ഫുഡ് നന്നായിട്ട് യൂസ് ചെയ്യാൻ മാത്രമല്ല, വൈസ്ലി എക്കണോമിക്കലി യൂസ് ചെയ്യാൻ മാത്രമല്ല, പിന്നെ എനേബിൾ ദം ടു റെക്കഗ്നൈസ് ഇനാക്യുറേറ്റ് ആൻഡ് മിസ്ലീഡിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ക്ലെയിം അബൌട്ട് ദി ലിങ്കേജ് ബിറ്റ്വീൻ ദി ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത്. അതായത് മറ്റുള്ള അപ്പോൾ അവർ ആ ഫുഡ് കൊള്ളാം ഈ ഫുഡ് കൊള്ളാം അല്ലെങ്കിൽ അത് കഴിച്ചാൽ നല്ല ഇത് കഴിച്ചാൽ അങ്ങനത്തുള്ളൊക്കെ തെറ്റിദ്ധാരണകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും ഈ എഡ്യൂക്കേഷൻ നല്ലതാണെന്നാണ് പറയുന്നത്. ഇൻഫർമേഷൻ സെൻറ്റേർഡ് മെത്തേഡ്സ്. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഇൻഫർമേഷൻ സെൻറ്റേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് പ്രൊവിഷൻ ഓഫ് ഇൻഫർമേഷൻ തന്നെ. ഇനി ലെക്ചർ, ഡിസ്കഷൻ, വേരിയേഷൻസ് ഓഫ് ദം ആർ സം എക്സാമ്പിൾസ് ഇൻഫർമേഷൻ സെൻറ്റേർഡ് മെത്തേഡ്സിൻ്റെ. These involves one-way communication ആയിരിക്കും. Each one has its own merit ഉണ്ട് demerit ഉണ്ട്. Wherever the information need to be emphasized, the lecture method needs to be selected. Lecture method ആയിരിക്കും കൂടുതൽ സെലക്ട് ചെയ്യുന്നത്. This is more appropriate to either to the group which is completely ignorant about the messages to be given or to a group used to this kind of instruction. അതായത് ഒരു ഗ്രൂപ്പിന് ഒന്നും അറിയാത്ത കുറച്ച് ഗ്രൂപ്പ്സിന് ഈ ലെക്ചർ മെത്തേഡ് ആയിരിക്കും നല്ലത്, അതായത് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ചെക്ക് യുവർ പ്രോഗ്രസ് എക്സസൈസ് നോക്കിപ്പോവാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്യാൻ യു ലിസ്റ്റ് സം ഓഫ് ദി ഇൻഫർമേഷൻ സെൻറ്റേർഡ് മെത്തേഡ്സ് ടു വിച്ച് യു വെർ എക്സ്പോസ് ടു ഇൻ യുവർ പ്രീവിയസ് ക്ലാസ്സസ്, അതായത് വൈൽ ഡൂയിങ് യുവർ ഡിഗ്രി കോഴ്സ് ഓർ എനി. നമ്മൾ ചെയ്തിട്ടുള്ള സെമിനാർസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടില്ലേ, അതൊക്കെ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന ഇതല്ലേ, അത് എഴുതാം. ഓക്കെ, അടുത്ത വേർ ദേ പ്യുവർലി ഇൻഫർമേഷൻ സെൻറ്റേർഡ് ഓർ കമ്പൈൻഡ് വിത്ത് അതർ മെത്തേഡ്സ്. അതായത് ഇപ്പോൾ സെമിനാർ ചെയ്യുമ്പം കംപ്ലീറ്റ്ലി ലെക്ചറിങ് അങ്ങനത്തെ ഉള്ളതൊക്കെ ചെയ്യുമ്പോൾ അത് പ്യുവർലി ഇൻഫർമേഷൻ സെൻറ്റേർഡ് ആണോ അതോ കമ്പൈൻഡ് വിത്ത് അതർ മെത്തേഡ്സ് ആണോ എന്നാണ് ചോദിക്കുന്നത്. അത് രണ്ടും ആവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡിഡ് യു ഫീൽ അബൌട്ട് ഇൻസ്ട്രക്ഷൻ വിത്ത് ഇൻഫർമേഷൻ സെൻറ്റേർഡ് മെത്തേഡ് എലോൺ, അതായത് ഒറ്റയ്ക്ക് ചെയ്യുമ്പം എങ്ങനെയായിരുന്നു എന്ന്. കുറച്ച് ടെൻസ്ഡൊക്കെ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ലെക്ചർ മെത്തേഡ്. ലെക്ചർ മെത്തേഡ് പറയുന്നത് എന്താ?
ലെക്ചർ മെത്തേഡിന് ഈസ് റിലേറ്റഡ്ലി ഇൻഎഫിഷ്യൻ്റ് മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ടു ട്രാൻസ്ഫർ നോളജ് എന്ന് പറയുന്നുണ്ട്. അതായത് എക്സ്പീരിയൻസ് ആൻഡ് എഡ്യൂക്കേഷൻ റിസർച്ച് ഷോ അവർ റിസർച്ച് നടത്തിയപ്പോൾ കണ്ട ലെക്ചർ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് എന്നാണ് പറയുന്നത്. അതായത് മെനി ടീച്ചേഴ്സും ലെക്ചേഴ്സും ലെക്ചറിങ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതൊരു ഇൻഎഫിഷ്യൻ്റ്. അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ലെക്ചർ മെത്തേഡ് ഹാസ് ഇറ്റ്സ് ഓൺ ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് ഡസ് നോട്ട് ഡിമാൻഡ് ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് ലേണേഴ്സ്. ലെക്ചർ മെത്തേഡിനകത്ത് ലേണേഴ്സ് അതായത് പഠിക്കുന്ന ആളുകൾ ഇൻവോൾവ്മെൻറ്റ് വരുന്നുണ്ടോ? ഇല്ലല്ലോ. ഒരാൾ ഇന്ന് ലെക്ചറിങ് ചെയ്യുന്നല്ലേ ഉള്ളൂ. ആ ആളുടെ ഇൻവോൾവ്മെൻറ്റ് അതായത് കേൾക്കുന്ന പിള്ളേർ ഇങ്ങോട്ട് തിരിച്ചൊന്നും പറയുന്നില്ലല്ലോ. അവരുടെ ഇൻവോൾവ്മെൻറ്റ് അതിൽ വരുന്നില്ല. ഈസ് അൺസ്യൂട്ടഡ് ടു ദി ടീച്ചിങ് ഓഫ് സ്കിൽസ് വിച്ച് റിക്വയർ പ്രാക്ടീസ്. അതായത് പ്രാക്ടീസ് ഇല്ലാതെ പറ്റത്തില്ല ലെക്ചറിങ് നടത്താൻ. ഈസ് നോട്ട് അപ്രോപ്രിയേറ്റ് ടു പ്രൊമോട്ട് ചേഞ്ചസ് ഇൻ ആറ്റിറ്റ്യൂഡ്സ്. ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാനൊന്നും അതിന് പറ്റില്ല. ഡസ് നോട്ട് കൺവിൻസ് പീപ്പിൾ സിൻസ് എംഫസിസ് ഇസ് മോസ്റ്റ്ലി ഓൺ ടോക്കിംഗ്. ടോക്കിംഗ് ആണെങ്കിൽ തന്നെയും കൺവിൻസ് ചെയ്യാൻ പറ്റത്തില്ല. ഡസ് നോട്ട് എലിസിറ്റ് ഫീഡ്ബാക്ക് അൺലെസ് ദ ഇൻസ്ട്രക്ടർ ഈസ് വെരി സെൻസിറ്റീവ്. ഇൻസ്ട്രക്ടർ ഭയങ്കര സെൻസിറ്റീവ് നേച്ചർ ആണെങ്കിൽ ഫീഡ്ബാക്ക് ഒന്നും ചോദിക്കത്തില്ല ലെക്ചറിങ്ങിൻ്റെ. ഇനി സെൻസ് ലെക്ചർ മെത്തേഡ് ഈസ് മോസ്റ്റ് ട്രീറ്റഡ് ആസ് വൺ വേ കമ്മ്യൂണിക്കേഷൻ. വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ് ലെക്ചറിങ് മെത്തേഡ്. സെവറൽ ഡിസ്അഡ്വാൻറ്റേജസ് ആർ എക്സ്പീരിയൻസ്. However, അങ്ങനെയാണെങ്കിൽ പോലും സിൻസ് ദ ലെക്ചർ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ സെൻറ്റേർഡ് മെത്തേഡ് ഇറ്റ് cannot be avoided in spite of its limitation. അതായത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ് ക്യാൻ ബി ഇംപ്രൂവ്ഡ് ബൈ സർട്ടൺ ക്യൂസ്. അതായത് കുറച്ച് സൂചനകൾ വഴി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, അതേതാണെന്ന് നോക്കാം. ക്യൂസ് ടു ഇംപ്രൂവ് ദി ഇൻസ്ട്രക്ഷൻ വാല്യൂ ഓഫ് ലെക്ചറിങ് എങ്ങനെ? സ്റ്റഡി ദ നേച്ചർ ഓഫ് ഓഡിയൻസ്. ആദ്യം പഠിപ്പിക്കാനിരിക്കുന്ന ആ ഓഡിയൻസിൻ്റെ നേച്ചർ മനസ്സിലാക്കണം. അഡോപ്റ്റ് ദ ടോപ്പിക് ഓഫ് ദ ഇൻട്രസ്റ്റ് ആൻഡ് ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. ആ ഇരിക്കുന്ന ആളുകൾക്ക് എത്രത്തോളം മനസ്സിലാക്കാനുള്ള ശേഷിയുണ്ടെന്നും അവരുടെ ഇൻട്രസ്റ്റ് എന്താണെന്നും മനസ്സിലാക്കിയെടുക്കുക. ഓർഗനൈസ് ദ മെറ്റീരിയൽ ഫോർ എഫക്റ്റീവ് പ്രസൻറ്റേഷൻ. ഒരു പ്രസൻറ്റേഷൻ കാഴ്ചവെക്കാനായിട്ട് നല്ലൊരു മെറ്റീരിയൽ ഓർഗനൈസ് ചെയ്ത് വെക്കുക. യൂസ് എയ്ഡ്സ് അറ്റ് അപ്രോപ്രിയേറ്റ് ടൈം. അതായത് അപ്രോപ്രിയേറ്റ് ടൈമിലായിട്ട് ആവശ്യാനുസരണമുള്ള സാധനങ്ങളൊക്കെ കരുതി വെച്ചേക്കുക. പ്ലാൻ ഫോർ വേരിയേഷൻ ഇൻ പ്രസൻറ്റേഷൻ. ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. അതായത് ലെക്ചർ കം ഡിസ്കഷൻ, ഡെമോൺസ്ട്രേഷൻ, ഇലസ്ട്രേറ്റീവ് ലെക്ചേഴ്സ് അങ്ങനത്തെ ഉള്ളതൊക്കെ. അതായത് ഒരു ലെക്ചറിങ് നടക്കുമ്പോൾ ചുമ്മാ ഇങ്ങനെ പറഞ്ഞു പോയാൽ മാത്രം പറയല്ലോ. കുറേ എന്തൊക്കെ ആവശ്യമുണ്ട്, അത് മനസ്സിലാക്കി കൊടുക്കാനുള്ള എന്തൊക്കെ പ്രസൻറ്റേഷൻ ചെയ്യണം, ഡിസ്കഷൻ എന്തൊക്കെയാണ്, അതിനെയൊക്കെ കുറിച്ചൊരു പ്ലാൻ ഉണ്ടായിരിക്കണം. സ്പെയർ സം ടൈം ഫോർ ക്വസ്റ്റനിങ്. ക്വസ്റ്റ്യൻ ചോദിക്കാൻ കുറച്ച് സമയം കൊടുക്കണം. അതായത് ഇപ്പോൾ ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചർ പഠിക്കുകയാണെങ്കിൽ കുറച്ച് പിള്ളേരുടെ അടുത്ത് പഠിപ്പിക്കുന്ന കാര്യത്തിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അവർക്ക് എത്രത്തോളം മനസ്സിലായെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഒരു ഫീഡ്ബാക്കും ലേണേഴ്സിൻ്റെ നിന്ന് ചോദിച്ചെടുക്കണം. അപ്പോൾ ഇത്രയാണ് ഇൻസ്ട്രക്ഷൻ വാല്യൂ ഓഫ് ലെക്ചറിങ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ക്ലൂസ്. വാച്ചിങ് ബൈ. സമ്മപ്പ് നമുക്ക് ഓൾറെഡി അറിയാം. ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ശരിക്കും എന്തിനാണ് ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രോസസ്സിനും ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. മെത്തേഡ്സിലേക്ക് പ്രോബ്ലം സോൾവിങ്ങും ഡിസ്കഷൻ ഡിസിഷൻ ആയാലും റോൾ പ്ലേ ആയാലും എൻക്വയറി ഡിസ്കവറി ആയാലും ഡെമോൺസ്ട്രേഷൻ ആയാലും ഒരുവിധം ഈ ചാപ്റ്റർ ഞാൻ പറഞ്ഞു എടുത്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് വേണമെങ്കിൽ നിങ്ങൾ പോയി വായിച്ചാൽ മതി. ഓക്കെ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, സപ്പോർട്ട് ചെയ്തേക്കണേ. ഇഷ്ടപ്പെടാനും ലൈക്ക് അടിക്കാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.